സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കുറച്ച് നേരത്തെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദി കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ഭാഗം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് കേരള സ്റ്റോറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കേരള സ്റ്റോറി ആണെന്ന് പറയാൻ പറ്റില്ല. മോദി കാ സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയുടെ സ്റ്റോറി, അല്ലെങ്കിൽ സംഘിക്കുട്ടന്മാരുടെ സ്റ്റോറി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന പേരിട്ടുകൊണ്ട് ഇവരിങ്ങനെ പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്ന സാധനം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. എന്നാലും അറിയാത്ത കുറച്ച്, അല്ലെങ്കിൽ അറിയില്ല എന്ന് അഭിനയിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മുടെ കേരളത്തിൽ, അല്ല, ഇവിടെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയിൽ ബീഫ് കഴിക്കുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ പശുവിനെതിരെ എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്യുന്നതായിട്ടുള്ളതോ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ സംഖ്യകളുടെ ഇടപെടലുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ അടുത്തിടെ ഈ ഹാൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. ഇതിനു മുൻപ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. ഹാൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അവിടെ എന്താണ് ഉണ്ടായത്? ആ സിനിമയിൽ ഒരു ബിരിയാണി കഴിക്കുന്ന രംഗമുണ്ടായിരുന്നു. ആ രംഗം അതിൽ കാണിക്കാൻ പാടില്ല, അല്ലെ കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ബിരിയാണി കഴിക്കുന്ന ഭാഗം കട്ട് ചെയ്യണം, സെൻസർ ബോർഡിന് കത്തയച്ച്, അല്ലെ സെൻസർ ബോർഡിനെ വരുതിയിലാക്കിക്കൊണ്ട് സംഘികൾ കളിച്ച ഒരു കളിയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ സിനിമയിലെ ആ ഒരു ഭാഗം കട്ട് ചെയ്യണം, അല്ലെ സിനിമ ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ സംവിധായകരും അതിന്റെ നിർമ്മാതാക്കളും എല്ലാം കൂടി കോടതിയിലേക്ക് ഒരു സ്റ്റേ കൊടുത്തു, അല്ലെങ്കിൽ കോടതിയിൽ പരാതിയുമായിട്ട് പോയി. അങ്ങനെ പോയപ്പോൾ കോടതി പറഞ്ഞ ആ സിനിമ പ്രദർശിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പൊ അങ്ങനെ സംഘികളുടെ ആ ഒരു കളിക്ക് അവിടെ ഒരു വിരാമം ഉണ്ടായി. എന്നാൽ ഇപ്പോ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ദി കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ അല്ലെങ്കിൽ ഒരു സീരീസ് ഇറക്കുമ്പോൾ എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? അതായത് ഈ കേരളത്തിൽ ഇല്ല ഇല്ല എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം, അതായത് ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള അടിച്ചമർത്തലുകൾ, അല്ലെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന തല്ലുകൂടൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുത്തും കൊലപാതകങ്ങളും അതൊന്നും ഇവിടെ ഇല്ലാത്തൊരു കാര്യമാണ്, അല്ലേ? അതില്ല എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ അതിവിടെ ഉണ്ട്. അത് നമ്മൾ കാണുന്നില്ല. പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അത് ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് തെളിയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടി. തെളിയിച്ച് കാണിക്കാനും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവം ഇല്ലാത്തൊരു സംഭവത്തിനെ ആവിഷ്കരിച്ചുകൊണ്ട് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ദി കേരള സ്റ്റോറി. ആദ്യം ഇത് വന്നപ്പോൾ തന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാട് അവർ വ്യക്തമാക്കി. ഇത് കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ഒരു മത ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ നമ്മുടെ സമൂഹത്തിൽ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ തമ്മിൽ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഇത്തരം സൃഷ്ടികളെ ഞങ്ങൾ ഏറ്റെടുക്കത്തില്ല, അത് അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് വന്ന വഴിയെ കൂടെ എവിടെ കൂടെയൊക്കെയോ പോയി. ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ പറയുന്നത്. എന്നാൽ അതിന്റെ തെളിവ് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒന്നുമില്ല. വെറുതെ എന്തോ വന്നിരുന്ന് ഇങ്ങനെ പുലമ്പുകയാണ്. അത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കോമാളി വേഷം കാണിച്ച് നടക്കുന്ന ഒരു അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ഇവനെ പോലെ തന്നെയാണ് ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ. ബി ജെ പിയിലുള്ള ഒരു അലിൻ ജോസ് പെരേര തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്കാർക്ക് സംശയമില്ലെന്ന് എനിക്കറിയാം, എനിക്ക് ഒട്ടുമില്ല. അപ്പൊ അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ട് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു, മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെയോ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നു. പിന്നീട് ഈ സിനിമ ഇവിടെ വലിയ രീതിയിൽ എല്ലാവരും കാണണം, ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്നുണ്ടായിരുന്നു. ആരാണ് ഈ പറയുന്നത് നിങ്ങളൊന്ന് ഓർക്കണം. അതെ, എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആരാണ് ഈ പറയുന്നത് നിങ്ങൾ ഓർക്കണം, അവിടെയാണ് പ്രസക്തി. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ അന്ന് മുതൽ വിറളി പിടിച്ച ആ സിനിമ തിയേറ്ററുകളിൽ കാണില്ല, ആരും കാണരുത്, ശാഖയിലുള്ള ആളുകൾക്കെല്ലാം വാട്സപ്പിലും മെയിലിലും എല്ലാം നോട്ടിഫിക്കേഷൻസും അയച്ച് എങ്ങും ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ടീം. പിന്നെ ഒരു ബിരിയാണി കഴിക്കുന്ന രംഗമുണ്ടെങ്കിൽ പോലും അത് കട്ട് ചെയ്ത് കളയുന്ന ഒരു ടീം. ബീഫ് കഴിക്കുന്ന ആളുകളെ കണ്ടാൽ തല്ലിക്കൊല്ലുന്ന വേറൊരു ടീം. അതായത് ഈ നാട്ടിൽ ബീഫേ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുരാഷ്ട്രം പടുത്തുയർത്തണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് സംഘികൾ. ഇവർക്ക് ചാണകം മാത്രമേ ഉള്ളൂ ഇവരുടെ ആഹാരം എന്ന് പറയുന്നത്. നമ്മുടെ വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ചാണകം തിന്ന് ജീവിക്കുന്നവർക്ക് ഈ ബീഫിന്റെ ടേസ്റ്റ് അറിയില്ല. ബീഫ് അല്ലെങ്കിൽ ഈ ഗോമാതാവിനെയൊക്കെ നിങ്ങൾ ഈ വലിയ ദൈവമായിട്ടും അമ്മയായിട്ടും ഒക്കെ ആരാധിക്കുന്നുണ്ടാവാം. അതൊക്കെ നിന്റെ അങ്ങ് ഊപ്പിയിലും അങ്ങ് ബീഹാറിലും അങ്ങ് മറ്റുള്ളിടത്തും ഒക്കെ വെച്ചാൽ മതി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാറും യു പിയും ഒക്കെ ഉള്ളതുപോലെ, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ കേരളമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ കുറച്ച് കൊച്ചന്മാർ, ഒരു പണിയും ഇല്ലാത്ത കുറച്ച് ഈ പറയുന്ന വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറച്ച് ആളുകൾ ഇവർക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ടീമാണേ, ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ മെഴുകാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിന്ന് കാശും മേടിച്ച് അവരുടെ കിട്ടുന്ന എല്ലാം വിഴുപ്പും താങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ടീംസ് ആണ് ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഇങ്ങനെ വാദിക്കുന്നത് നിങ്ങൾ ഓർക്കണം. ഒരു ബിരിയാണി കഴിച്ചാൽ വിരളി പിടിക്കുന്ന ആളുകൾ ഒരു പെണ്ണിനെ കൊണ്ട് ബീഫ് കുത്തിക്കയറ്റി കഴിപ്പിക്കുന്നത് കാണുമ്പോൾ എന്തേ വിരളി പിടിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇവർ പറയുന്നത് ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഇത് എഴുതിയിരിക്കുന്ന അങ്ങ് ബംഗാളിൽ കണ്ടു കിടക്കുന്ന ബംഗാളികളാണ്, ബംഗാളി ബാബു.
ഈ നാറിക്കൊക്കെ എന്തറിയാം കേരളത്തിലെ അവസ്ഥ? കേരളത്തിലെ ജനങ്ങളെല്ലാവരും മതേതരനെ പോലെയാണ് ജീവിക്കുന്നത്. അല്ലെ ഒരു മതേതരത്വമുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ? എല്ലാം കൊണ്ടും അറിവും സാക്ഷരത കൊണ്ടും എല്ലാം കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കേരളം. ആ കേരളത്തില് ബീഫ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ അണ്ണാക്കിലേക്ക് ബീഫും കുത്തിക്കയറ്റി വെച്ച് കൊടുത്തിട്ട് പറയാണ്, കഴിക്കടി നീ കഴിച്ചേ പറ്റൂ. അത് ശരിയാണ്. ബീഫ് മാത്രം കൊടുത്ത് എങ്ങനെ കഴിക്കാനാണ്? അത് കഴിച്ചു കഴിഞ്ഞാൽ ചവച്ചവച്ചൊരിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ ചൂയിങ് കഴിക്കുന്നത് പോലെ. ഇച്ചിരി മൊരിഞ്ഞ പൊറോട്ടയും കൂടെ ഉണ്ടെങ്കിൽ വിഷയമായിരിക്കും. അപ്പം നമ്മുടെ സർക്കാരിൻ്റെ നിലപാട് ഇപ്പോൾ വീണ്ടും അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട കലാസൃഷ്ടികളെ, ഇത് കലാസൃഷ്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനത്തെ വൃത്തികെട്ട ചിന്താഗതികളെ ഒരു കാരണവശാലും അംഗീകരിക്കരുത്. നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. ഫസ്റ്റ് വന്ന ലവ് ദി കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വന്നത് എങ്ങനെ പോയാൽ അതുപോലെ തന്നെ ഇതും പോകുമെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതല്ല, ഇതിന് കേരള സ്റ്റോറി എന്ന് എങ്ങനെ പേര് കിട്ടി? പിന്നെ അത് മാത്രമല്ല, സെൻസർ ബോർഡ് എന്തോ മൂഞ്ചാനിരിക്കുകയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ തന്നെ ചോദിക്കണം. അതായത് ഇങ്ങനെയുള്ള വൃത്തികെട്ട തോന്നിവാസങ്ങളും തന്തയ്ക്ക് പിറക്കാഴികളും ഇവന്മാർ കാണിച്ചു വിടുമ്പോൾ ഇതിനെ ഒന്നും തടയിടാൻ ഇവന്മാരെ കൊണ്ട് സാധിക്കുന്നില്ലേ? ഇപ്പോൾ ദാ ഒരുപാട് ആളുകൾ പരാതിയുമായിട്ട് പോയിട്ടുണ്ട്. ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത്, ലവ് ജിഹാദ് ഉണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തെളിവ് പുറത്തു വിടണം, കേരള സ്റ്റോറി 2-ാം ഭാഗത്തിനെതിരെ MA ബേബി എന്ന് പറഞ്ഞൊരു പോസ്റ്റ്, വിദ്വേഷ സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി, സെൻസർ ബോർഡിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കണ്ണൂർ സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് ഹർജി നൽകിയത്. ഇത് ഈ വരുന്ന ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. അതായത് ഈ കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യത്തിനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, നാണവും മാനവും ഇല്ലാത്ത ഗോഡ്സേവാദികളുടെ സിനിമയാണ് ഈ പറയുന്ന ദി കേരള സ്റ്റോറി എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാട് ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു. സംഘികളുടെ നിലപാട്, സംഘികൾ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം. അതേസമയം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, എൻ്റെ അഭിപ്രായം മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ, എല്ലാവരും കാണണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അല്ല എല്ലാവരും കാണരുതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത്. ആ വീഡിയോ എന്തായാലും ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. കേരള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ കാണണ്ട. പക്ഷെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ അവരെ അവകാശം. ചിലവർ എന്നോട് പറഞ്ഞു അതില് ഡെപ്പിക്ട് ചെയ്തത് ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കാണില്ല. എനിക്ക് മോഹൻലാൽ വളരെ ബഹുമാനം ഉണ്ട്, എന്റെ ഫ്രണ്ടാണ്. അദ്ദേഹത്തിന്റെ പിക്ചർ ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞതാണ്, എമ്പുരാനെ പറഞ്ഞല്ല, അതുകൊണ്ട് വിജയിച്ചേ. പക്ഷെ എന്റെ ഒരു അവകാശമാണ്, കാണാൻ പറ്റി, എനിക്ക് കാണണമെങ്കിൽ ഞാൻ കാണില്ല. അത് മുഖ്യമന്ത്രി അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, നിങ്ങൾ പോയി കാണുന്നു, നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കാണില്ല. കേരള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. പക്ഷെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ അവരെ അവകാശം. എടാ, നിനക്ക് ലേശമെങ്കിലും ഉളുപ്പ്, നാണം, മാനം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടു കാണും, നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ സിനിമ ഞാൻ കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണുമെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, സംഘികളുടെ ഇടയിൽ നിന്നും വിവരമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ, അല്ലെങ്കിൽ സംഘികൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത്. എന്നാൽ ഒരു കുറച്ചധികം സമയമേ അതിൻ്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആണത്തം എവിടെയോ ഒലിച്ചുപോയി. രാജീവ് ചന്ദ്രശേഖർ പിന്നീട് പറഞ്ഞത്, ഈ സിനിമ ഞാൻ കാണില്ല. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു കാണരുതെന്ന് പറഞ്ഞു, ഞാൻ കാണില്ല. ആരെങ്കിലും വന്ന് പറയുന്നത് കേട്ടിട്ടായിരിക്കണമോ രാജീവേ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെ ചന്ദ്രശേഖര ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്? ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആ സിനിമ കൊള്ളില്ലെന്ന് വിചാരിച്ചാൽ മതിയോ? സിനിമ കണ്ടിട്ടല്ലേ അഭിപ്രായം പറയേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട ചിന്താഗതികളാണ് സംഘികളുടെ മുതൽക്കൂട്ട്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്ന ഈ സംഘികളുടെ ഈ ചേതോവികാരം, ഇത് കേരളത്തിലെ ജനങ്ങൾ എക്കാലത്തും കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇത്തവണയും കാണും. ഈ സിനിമയും അങ്ങനെ ഇവരാരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഈ ആദ്യത്തെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, ഈ കോപ്പൊന്നും. അതായത് വെറുതെ ഒരു പെണ്ണിന്റെ വായിലേക്ക്, അണ്ണാക്കിലേക്ക് ഈ പറഞ്ഞ ബീഫും കുത്തിക്കേരി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നു പറഞ്ഞു വേറെ പെണ്ണുമ്പോൾ വന്നിട്ട് അഭിനയമായിട്ട്, എന്റെ മോക്ക് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായപ്പോൾ ആരും ഇല്ലാരും സഹായിക്കാൻ എല്ലാവരും ഈ സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവർ ആ സിനിമയിലുള്ളതിനേക്കാൾ വലിയ അഭിനയമാണ് ആ പെണ്ണുമ്പോൾ അഭിനയിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു തോന്നിവാസവും കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കാർക്കിച്ച് തുപ്പും. എന്തായാലും ഇത് കേരള സ്റ്റോറി അടപടലം മൂഞ്ചി എവിടെയൊക്കെ പോയി. ഇതിനെപ്പറ്റി കേരളത്തിലെ ജനങ്ങൾക്കൊന്നും പേടിയൊന്നുമില്ല, കേരളത്തിലെ സർക്കാരിനും പേടിയില്ല. ചിലർ പറയുന്നത് കേരളത്തിലെ സർക്കാരിന് ഈ സിനിമയെ പേടിയാണെന്നാണ്. എന്തിന് പേടിക്കണം? സംഘികളുടെ അവരുടെ ചേതോവികാരത്തിനും അവരുടെ താല്പര്യത്തിനും വേണ്ടിയിട്ട്, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടിയിട്ട് ഒരു സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് സാധനം അങ്ങോട്ട് ഇറക്കി വിട്ട്, വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടി ഒരു സാധനം ഇറക്കി വിട്ടേനെ എന്തിന് പേടിക്കണം? ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ സർക്കാരിനും പേടിയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ വർഗീയ ലഹള ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതാക്കുമെന്നുള്ളൊരു
പേടി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമ വന്നതുകൊണ്ട് ഇവിടെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നെന്നോ വലിയ മലമറിക്കാൻ പോകുന്നോ അങ്ങനത്തെ ഒന്നും ചിന്താഗതിയോ പേടിയൊന്നും ആർക്കും ഇല്ല. എന്തോ ഇങ്ങനെ ഒരു വൃത്തികെട്ട പരാമർശമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. വേടൻ ഒരു പാട്ട് പാടിയപ്പോൾ അവർക്ക് പ്രശ്നമായിരുന്നു കേട്ടോ. ഇല്ലാത്ത കാര്യം വേടൻ പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അത് നമുക്കറിയാം, നമ്മൾ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇവിടെ എന്തൊക്കെ തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ വേടനെ അങ്ങനെ പറഞ്ഞവർ ഇന്ന് ഇവിടെ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഈ സിനിമയെ അംഗീകരിക്കുന്നെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് സാമാന്യ ബോധമുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ ബുദ്ധി വെച്ചിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്തൊരു കഷ്ടമാണല്ലേ ഈ ചാണകസംഖ്യകളുടെ കാര്യം. ഓക്കെ ബൈ.